വന്നിട്ടുള്ളൂ. നാം എല്ലാവരും സന്തോഷപ്പെടുത്തിക്കൽ. അതായത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചെങ്കിൽ പരിശുദ്ധ റബീഉൽ അവ്വൽ തിങ്കൾ വന്നുകൊണ്ടു ഒരുപാട് റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ട് ഒരുപാട് സ്വലാത്ത് ചൊല്ലുകയും അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും തൗഫീഖ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു യഖൂലു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹിബ്ബുല്ലാഹ ലിമാ യഅദൂകും ബിഹി മിൻ നിഅമിഹി. അല്ലാഹു തആല നമുക്ക് ഒരുപാട് അനുഗ്രഹം തന്നതാണ്. അപ്പൊ അല്ലാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു നമുക്ക് തന്നു ഈ എല്ലാ അനുഗ്രഹത്തിന് നമ്മൾ ശുക്രാക്കണം. അപ്പൊ അല്ലാഹുവിനെ നമ്മൾ എന്താക്കണം? ഇഷ്ടപ്പെടുന്നു. ചൊല്ലു, നിങ്ങളെല്ലാവരും റബ്ബായ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു. വഹിബ്ബുനി ലിഹുബ്ബില്ലാഹ്. നിങ്ങളെല്ലാവരും എന്താക്കുന്നു? അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു ഒക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുത്തനബിയായ അല്ലാഹുവിന്റെ റസൂലായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായ നല്ല നിങ്ങൾ എന്താക്കും? ഇഷ്ടപ്പെടുന്നു. എന്നാൽ ലിഹുബ്ബില്ലാഹ് ആരെ ഇഷ്ടപ്പെട്ട പോലെ? രാജാവായ ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട പോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട പോലെ. മാത്രമല്ല വഹിബ്ബു അഹ്ല ബൈതി ലിഹുബ്ബി. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു വഹിബ്ബു, എല്ലാവരും ഇഷ്ടപ്പെടൂ, സ്നേഹപ്പെടൂ, ഉത്സവിക്കൂ, ആദരിക്കൂ, ബഹുമാനിക്കൂ അഹ്ല ബൈതി, എൻ്റെ കുടുംബത്തെ, സയ്യിദന്മാരെ. അല്ലാഹുവിന്റെ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി അമോളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കുടുംബമുണ്ടല്ലേ, ആ കുടുംബത്തിനെ ബഹുമാനിക്കൂ, ആദരിക്കൂ. എന്നാൽ ബിഹുബ്ബി അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്ദനിക്ക് ഇഷ്ടപ്പെട്ട പോലെ. അപ്പൊ നന്ദനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ചെന്നെങ്കിൽ ഇതാരെ ഇഷ്ടപ്പെട്ട പോലെ? അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട പോലെ. അല്ലാഹു തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുവാനാണ് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിനെ സ്നേഹിക്കുവാനാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഒരുപാട് കരുണ അല്ലാഹു അതെല്ലാം എളുപ്പമാക്കി തരുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരെ ബഹുമാനിക്കുന്ന ആൾമാരെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ മക്കളെയും അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും പ്രൊട്ടക്ടർ വാങ്ങുന്ന മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ ആരുടെ മക്കളെയും നീ പെടുത്തരുത് അല്ലാഹ്. അല്ലാഹു ഉസ്താദുമാരുടെയും സയ്യിദന്മാരുടെയും ബാപ്പുമാരുടെയും പൊരുത്തത്തോട് കൂടി നിനക്ക് നല്ല സ്വഭാവത്തോടുള്ള മക്കളുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ മക്കളെയും ബാപ്പുമാരെയും നീ പെടുത്തരമല്ല. അവരെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തി തരണമല്ല. നമ്മളെല്ലാ കാര്യത്തിലും നീ ബർക്കത്ത് നൽകണമല്ല. നമ്മൾ ചെയ്ത ജോലിയിൽ നീ ബർക്കത്ത് നൽകണേ റബ്ബേ. നമ്മളെല്ലാവരും മനസ്സിലുള്ള ഹലാലായ ഉദ്ദേശം നീ ഹാസിലാക്കി തരണമല്ല. ഫിത്രയെ തൊട്ട് ഞങ്ങൾ എല്ലാവരും നീ കാക്കണമല്ല. ചതിയന്മാരെ ചതി നീ നശിപ്പിക്കണമല്ല. ആ ചതിപ്പിക്കുന്ന മനുഷ്യന്മാരെ നീ ഒന്ന് നല്ല മനുഷ്യന്മാരെ കൂട്ടത്തിൽ പെടുത്തണേ റബ്ബേ. സിഹറും നീ ബാക്കിലാക്കണമല്ല. അങ്ങനെ ഹൈറായ ഈമാന്റെ തെരുവില് പറഞ്ഞുകൊണ്ട് എല്ലാ റഹ്മത്തിന് സലാമത്തിന് തിരുവാങ്ങി നീ കാട്ടിക്കൊടുക്കണമല്ല. ഞങ്ങളുടെ ശത്രുക്കളെ മിത്രക്കരായി കാണുകൊണ്ട് സ്വഭാവം എല്ലാവർക്കും നൽകണമല്ല. നമ്മുടെ എല്ലാവരുടെ സ്വഭാവം നീ നന്നാക്കണമല്ല. ഞങ്ങളുടെ ബാപ്പവും മകും പെഞ്ഞയും മക്കൾക്ക് നീ സ്വർഗ്ഗം കൊടുക്കണമല്ല. ഞങ്ങൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണമല്ല. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ സുബഹ് നിസ്കാരമാക്കരുത് റബ്ബേ. ഇനിയും ഒരുപാട് സുബഹ് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച് സ്വർഗ്ഗം കാണും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് സലാത്ത് ചൊല്ലുകയും സലാം ചൊല്ലുകയും ആ മദീനത്തിൽ പോയി എത്തുകയും നീ തൗഫീഖ് നൽകണമല്ല. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت